ഏതൊരാളെയും വളർച്ചയ്ക്ക് സഹായിക്കുന്ന അപ്സ്കില്ലിംഗ് ആൻഡ് റീസ്കില്ലിംഗ് എന്ന രണ്ട് കോൺസെപ്റ്റുകളെ പറ്റിയാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഇത് പറയാനുള്ള കാര്യം, വേൾഡ് എക്കണോമിക് ഫോറം പറയുന്നത് 39% ഇന്ന് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ജോലികളും അതിനാവശ്യമായ കോർ സ്കില്ലുകളും 2030 ആകുമ്പോഴേക്കും മാറിയിരിക്കുമെന്നാണ് അവരുടെ പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തത് അപ്സ്കില്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഏത് മേഖലയിലാണോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ മേഖലയിലുള്ള അറിവ്, കഴിവ് കൂട്ടുക, അല്ലെങ്കിൽ നമുക്ക് അതിലുള്ള എക്സ്പെർട്ടൈസ് വർദ്ധിപ്പിക്കുക, അതിൽ കൂടുതൽ ആഴത്തിലേക്ക് പോകാനായിട്ട് നമ്മളെ സഹായകരമാക്കും, നമ്മുടെ വളർച്ചയ്ക്ക് അത് ഗുണകരമാവുകയും ചെയ്യും. അപ്പോൾ ഒരു ഉപരിതലത്തിൽ നിൽക്കുന്നതിനപ്പുറത്ത് ആ വിഷയത്തിൽ ആഴത്തിലുള്ള പഠനം. രണ്ടാമത്തെ റീസ്കില്ലിംഗ് ആണ്. നമ്മൾ ഇന്ന് ചെയ്യുന്നേ ഇല്ലാത്ത ചില കാര്യങ്ങൾ നമ്മുടെ വളർച്ചയ്ക്ക് നാളെ ആവശ്യമായി വരും. അതിന് വേണ്ട പുതിയ സ്കില്ലുകൾ അക്വയർ ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് AI വന്നു. ചിലപ്പോൾ നമ്മുടെ മേഖലയിൽ ഡയറക്റ്റ്ലി ഹിറ്റ് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ നാളെ എല്ലാം അതുമായി കണക്ട് ചെയ്യും. അതിനൊക്കെ വേണ്ട പുതിയ സ്കില്ലുകൾ, പുതിയ കഴിവുകളൊക്കെ കണക്ട് ചെയ്യുന്നതാണ് റീസ്കില്ലിംഗ്. ഇത്തരം കാര്യങ്ങൾ ഇനി നമ്മുടെ ജോലിയിലും നമ്മുടെ ബിസിനസ്സിലും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു സ്കിൽ ലിസ്റ്റ് തന്നെ തയ്യാറാക്കുക, എന്നിട്ട് അത് അച്ചീവ് ചെയ്യപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുക. അത് വിസിബിളായിട്ടുള്ള മാറ്റങ്ങൾ കാണാൻ പറ്റുന്ന രീതിയിൽ ചില സെറ്റപ്പുകൾ ഉണ്ടാക്കുക. കാരണം ഇത് വളരെ ആവശ്യമാണ്. താങ്ക് യു.